മെഡിസെപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അതീവ ഗൗരവമുള്ള ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. അതെല്ലാവർക്കും ബാധകമാണ്. അത് പോയ ആൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു വിധിയാണ്. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എംപാനൽ ചെയ്യാത്ത ആശുപത്രികളിൽ നിന്ന് ചികിത്സിക്കുന്നവർക്കും ഇത് കിട്ടും. ഏത് റീഇംബേഴ്സ്മെൻറ്റ് ഇൻഷുറൻസ് കമ്പനി കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ്. അനിൽകുമാർ ബി എസ് വേഴ്സസ് സ്റ്റേറ്റ് മെഡിക്കൽ ഓഫീസർ എന്ന സ്റ്റേറ്റിൻ്റെ മെഡിക്കൽ ഓഫീസർക്കെതിരെ അനിൽകുമാർ ബി എസ് എന്ന ഒരാൾ കൊടുത്തിട്ടുള്ള കേസാണ്. കോടതി വിധി വന്നത് 8/7/2026 ജൂലൈ മാസം 8-ാം തീയതിയാണ് ആ വിധി വന്നത്. കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബിജു എബ്രഹാമാണ് ആ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ പറയാം. ഇതിൻ്റെ വിധി പകർപ്പ് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാം. WPC 3703/2026 3703/2026 സൈറ്റേഷൻ നമ്പർ 2026, അതായത് 2026 KER 552. ഹർജിക്കാരനായിട്ടുള്ള അനിൽകുമാർ മെഡിസെപ്പ് സ്കീമിൽ അംഗമായിട്ടുള്ള ആളാണ്. അക്യൂട്ട് മെലിയോഡിയോ ലുക്കോമിയ രക്താർബുദം അദ്ദേഹത്തിനെ ബാധിച്ചു. ചികിത്സയ്ക്കായി സ്കീമിൽ ഉൾപ്പെട്ട ആശുപത്രിയിൽ ചെന്നപ്പോൾ വേണ്ട സൗകര്യങ്ങളോ സാഹചര്യവും ഇല്ലാത്തതിനാൽ, സ്റ്റാഫും ഇല്ലാത്തതിനാൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചിയിൽ പോയി ചികിത്സ നേടി. അതായത് അമൃതാനന്ദമയി മഠത്തിൻ്റെ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടി. എന്നിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം ചെയ്തപ്പോൾ കമ്പനി പറഞ്ഞു ഇത് ലിസ്റ്റിലില്ല, അതുകൊണ്ട് തരാൻ പറ്റത്തില്ല. ഉടൻ തന്നെ അദ്ദേഹം ഹൈക്കോടതി പോയി. കോടതി പറഞ്ഞത് ചികിത്സ മെഡിസെപ്പ് കറ്റാസ്ട്രോഫിക് പാക്കേജിൽ ഉൾപ്പെടുന്നതാണെന്ന് സർക്കാർ തന്നെ സത്യവാങ്മൂലത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. 9.46 ലക്ഷം രൂപ മുതൽ 17 ലക്ഷം വരെ അർഹതയുമുണ്ട് ഇതിൻ്റെ ചികിത്സയ്ക്ക്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് കൊടുക്കാതിരിക്കാൻ കഴിയത്തില്ല. എംപാനൽ ചെയ്തില്ല എന്നുള്ളതൊരു വിഷയമേ അല്ല. സുപ്രീം കോടതി വിധി ശിവകാന്ത് ഝാ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018 ഒരു വിധിയും കൂടി ബിജു എബ്രഹാം അത് കോട്ട് ചെയ്തിട്ടുണ്ട്. 16, അതായത് ഞാൻ പറഞ്ഞു ശിവകാന്ത് ഝാ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതായത് യൂണിയൻ ഗവൺമെൻറ് 2018-16 SCC 187 കൂടി നിങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും. ഏത് ചികിത്സ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്, രോഗിയല്ല. ആശുപത്രിയുടെ പേര് സർക്കാർ ഉത്തരവിലില്ല. ഒറ്റ കാരണത്താൽ ക്ലെയിം നിഷേധിക്കാൻ പാടില്ല. യഥാർത്ഥ ചികിത്സ നടന്നോ എന്നാണ് പരിശോധിക്കേണ്ടത്. അല്ലാതെ ആശുപത്രിയിൽ ഏതാണ്, അത് എംപാനൽ ചെയ്തതാണോ അല്ല എന്നൊന്നും ഒരു വിഷയമേ അല്ല. അന്തിമമായി വിധി പറഞ്ഞത് 4ാം കക്ഷി, അതായത് ഡിസ്ട്രിക്ട് ഗ്രീവൻസ് റിഡ്രൻസൽ കമ്മിറ്റി ക്ലെയിം, ഈ ഇൻഷുറൻസ് ക്ലെയിം വീണ്ടും പരിശോധിക്കണം. ചികിത്സ യഥാർത്ഥത്തിൽ നടന്നുവെന്ന് രേഖകൾ വഴി ഉറപ്പാക്കണം. അങ്ങനെ ഉറപ്പായാൽ എംപാനൽ ചെയ്യാത്ത ആശുപത്രി എന്ന കാരണത്താൽ ക്ലെയിം നിരസിക്കാൻ പാടില്ല. 1 മാസത്തിനകം തുക അനുവദിക്കാൻ നിർദ്ദേശം നൽകി. ഹർജിക്കാരന് വാദം കേൾക്കാൻ അവസരം നൽകിയ ശേഷമാണ് ഇതെല്ലാം ഉണ്ടായത്. ഈ മെഡിസെപ്പ് സ്കീമിൽ എംപാനൽ അല്ലാത്ത ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്ന എല്ലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ വിധി ബാധകമാണ്. ചികിത്സ യഥാർത്ഥമാണെങ്കിൽ കേവലം ആശുപത്രി എംപാനൽ ചെയ്തിട്ടില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ക്ലെയിം നിരസിക്കാൻ കഴിയില്ല എന്നാണ് പുതിയ വാർത്ത. ഹൈക്കോടതി കൃത്യമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പെൻഷൻകാരെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമുള്ളൊരു വിധിയാണ്. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും, പക്ഷേ ഞാൻ ഈ വാർത്ത പറഞ്ഞു എന്നുള്ള വിചാരിച്ചിട്ട് നിങ്ങൾ ഹോസ്പിറ്റലുമായി ധാരണ ഉണ്ടാക്കിയിട്ട് വേണം ചികിത്സിക്കാനല്ല. ചികിത്സ കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീഡിയോ കാണിച്ച് അവിടെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ പോയി അവരോട് സംസാരിച്ച് ഇങ്ങനൊരു കോടതി വിധിയുണ്ട്, അതുകൊണ്ട് എംപാനൽ ചെയ്തിട്ടില്ലെങ്കിലും അസുഖങ്ങൾക്കനുസരിച്ച് ഹോസ്പിറ്റലുകളിൽ ചികിത്സിക്കാം എന്ന് പറയുകയും ഇൻഷുറൻസ് കമ്പനിയുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങളവിടെ ചികിത്സ തേടണം. എന്തായാലും ഇത് കമ്പനിക്ക് ഇതിൻ്റെ നോട്ടീസ് പോവും, ഹോസ്പിറ്റലിന് പോവും. അപ്പോൾ എല്ലാവരും അറിയാവുന്നുള്ള വിഷയമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പോകുമ്പോൾ നമ്മളൊരു പ്രൂഫും കൂടെ വെച്ച് വേണം നമ്മൾ തർക്കിക്കാനും. തർക്കം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ സാധ്യതയാണ്. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ഇതൊരു അനുഗ്രഹമായി വരട്ടെ. നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് ഒരു വാക്ക് കൂടി പറയട്ടെ. ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എടുത്താലുള്ള ഗുണം ഞങ്ങൾക്ക് ചെറിയ വരുമാനമുണ്ടാകും. ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് അത് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഏത് ചെറിയ സഹായവും വലിയ കാര്യമാണ്. നിങ്ങൾ ഉദ്യോഗസ്ഥരാണ്, പെൻഷൻകാരാണ്. പൊതുജനങ്ങളോട് അങ്ങനെ പറയാൻ കഴിയില്ല. അവർ വരുമാനമുള്ളവരാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. അതേസമയം നിശ്ചിത വരുമാനമുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ചെറിയ തുക, നിങ്ങൾ വളരെ നാമമാത്രമായ തുകയാണ് ഇതിൻ്റെ മെമ്പർഷിപ്പ് ഫീസ്. അത് നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് തുടർച്ചയായ വീഡിയോകൾ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ
മെമ്പർഷിപ്പ് കൂടി എടുക്കണമെന്നും പരമാവധി വീഡിയോ ഷെയർ ചെയ്യണമെന്നും മാക്സിമം റീച്ചിൽ എത്തിച്ചേരണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് എന്ത് വേണോ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഏത് വിഷയം അറിയിച്ചാലും നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി ചെയ്യുന്നതാണ്.